നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചുവെങ്കിലും എംഎൽഎക്ക് വേണ്ടി വാദിച്ച രാഹുൽ ഈശ്വർ അകത്ത് തന്നെ. കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വ്യാഴാഴ്ച രാവിലെ 11 മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ 30-നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റുകളടക്കം പിൻവലിക്കാമെന്ന വാദത്തിനിടെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നുവെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. രണ്ടാം തവണയാണ് ജാമ്യം നിഷേധിക്കുന്നത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. പിടിച്ചെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകുന്നില്ലെന്നും മൊബൈൽ ഫോണും കൈമാറാൻ വിസമ്മതിക്കുകയാണെന്നും അന്വേഷണത്തിന് കസ്റ്റഡി അനിവാര്യമാണെന്നും പോലീസ് അറിയിക്കുകയായിരുന്നു. ഈ ആവശ്യം തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി അംഗീകരിക്കുകയായിരുന്നു. ലൈംഗിക പീഡന പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിക്കുകയും വ്യക്തിവിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്ത കേസിൽ 11 ദിവസമായി ജയിലിലാണ് രാഹുൽ ഈശ്വർ. അതേസമയം ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. കസ്റ്റഡിയിൽ വാങ്ങാനായി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണം. ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷമല്ലേ വേണ്ടത്? മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. 11 ദിവസമായി കസ്റ്റഡിയിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണിത്. മാധ്യമങ്ങളോട് വിജയഭേരി മുഴക്കുകയല്ല. പക്ഷേ ദയവായി ഞങ്ങളെപ്പോലെ ഉള്ളവർ കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോൾ സപ്പോർട്ട് ചെയ്യണം. കിഡ്നിക്ക് പ്രശ്നമാവുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് താൻ നിരാഹാരം അവസാനിപ്പിച്ചത്. 4 ദിവസം വെള്ളമില്ലാതെയും 5 ദിവസം ആഹാരമില്ലാതെയും കഴിഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു. തന്നെ ഇങ്ങനെ ഒരു കിടത്തേണ്ട ആവശ്യവുമില്ല. 11 കിലോ തനിക്ക് കുറഞ്ഞുവെന്നും രാഹുൽ അവകാശപ്പെട്ടു. നേരത്തെ ആശുപത്രി സെല്ലിൽ വെച്ച് രാഹുൽ നിരാഹാരം അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥരോട് വിശക്കുന്നുവെന്ന് പറയുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ ഭക്ഷണം വാങ്ങി നൽകി. 3 ദോശയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. 6-ാം തീയതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിഷേധിച്ചിരുന്നു. BNS 72, 75, 79, 351 എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയതെന്നതടക്കം ചൂണ്ടിക്കാട്ടി അതിജീവിത നൽകിയ പരാതിയിലാണ് സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തത്.